നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വിധിയെഴുതി. കോട്ടയത്തും പത്തനംതിട്ടയിലും LDFനും UDFനും വിജയപ്രതീക്ഷ. വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ NDA. വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും സ്ട്രോങ് റൂമിൽ ഭദ്രം. കനത്ത സുരക്ഷ. കോട്ടയം മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് നാട്ടകം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമിൽ. കാഞ്ഞിരപ്പള്ളി മേലരുവി ചെക്ക് ഡാമിൽ ചെളി അടിഞ്ഞുകൂടി. ചെക്ക് ഡാമിന് ഷട്ടറില്ല, വെള്ളവും മലിനം. വാർത്തകൾ വിശദമായി. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വിലയിരുത്തലിൽ പത്തനംതിട്ടയിൽ LDFും UDFും വിജയപ്രതീക്ഷയിൽ. വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. 74.3% പോളിംഗ് രേഖപ്പെടുത്തിയ 2019 തിരഞ്ഞെടുപ്പിൽ 44,243 വോട്ടിന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വിജയിച്ച പത്തനംതിട്ടയിൽ ഇക്കുറി പോളിംഗ് 63% കുറഞ്ഞു. 2019 റെക്കോർഡ് പോളിംഗ് ആയിരുന്നുവെങ്കിൽ തന്നെയും 11% വന്ന കുറവ് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏത് വിധത്തിൽ പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. പോളിംഗിൽ കുറവുണ്ടായെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു രീതിയിലും ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് UDFും സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറഞ്ഞേക്കാമെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷമുണ്ടാകുമെന്ന് UDF കരുതുന്നു. LDF ശക്തി അടൂരിലും മുന്നേറ്റമുണ്ടായെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ LDFും സ്ഥാനാർത്ഥി തോമസ് ഐസക്കും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. പാർലമെന്റ് മണ്ഡലത്തിനു കീഴിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കാഞ്ഞിരപ്പള്ളി, തിരുവല്ല, റാന്നി, ആറന്മുള, അടൂർ എന്നീ 5ഇടത്തെങ്കിലും LDF മുന്നിലെത്തുമെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ. ശബരിമല വിഷയം കത്തിനിന്ന 2019 അത് ഏറ്റവും സ്വാധീനിച്ച പത്തനംതിട്ടയിലുണ്ടായ പോളിംഗ് വർധന UDFിനെയാണ് സഹായിച്ചതെന്നും അതിനാൽ പോളിംഗിലുള്ള കുറവ് ഇക്കുറി UDFിനെയാണ് ബാധിക്കുക എന്നും LDF കണക്കാക്കുന്നു. സിറ്റിംഗ് MPയുടെ നിഷ്ക്രിയത്വവും പോളിംഗ് ശതമാനം കുറയാൻ കാരണമായി LDF ചൂണ്ടിക്കാട്ടുന്നു. അതും സഹായിക്കുക തോമസ് ഐസക്കിനെയാണെന്നും മുന്നണി കണക്കുകൂട്ടുന്നു. എന്നാൽ മണ്ഡലത്തിന്റെ UDF സ്വഭാവത്തെ അട്ടിമറിക്കും വിധമുള്ള ഒരു സാഹചര്യവും സംജാതമായിട്ടില്ലെന്ന് തന്നെയാണ് UDFിന്റെ വിലയിരുത്തൽ. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്താൽ സംസ്ഥാനത്ത് പത്തനംതിട്ടയെ ചർച്ചാ വിഷയമാക്കിയ NDA വോട്ട് വിഹിതത്തിലെ വർധന പ്രതീക്ഷിക്കുന്നു. വിജയമോ രണ്ടാം സ്ഥാനമോ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വോട്ട് എന്നാണ് അവരുടെ നോട്ടം. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ താൽപര്യപ്രകാരം സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയുടെ പ്രകടനം കേന്ദ്ര നേതൃത്വത്തിനും നിർണായകമാണ്. പോളിംഗിലുള്ള കുറവ് പരമ്പരാഗത വൈരികളായ LDF, UDF മുന്നണികളെയാവും ബാധിക്കുകയെന്നും BJPയുടെ നില മെച്ചപ്പെടുത്തുന്നതിന് അത് തടസ്സമാവില്ലെന്നും NDA നേതൃത്വം കണക്കുകൂട്ടുന്നു. തുടർച്ചയായി വിജയിക്കുന്ന ആന്റോ ആന്റണി വീണ്ടും ജയിച്ചാൽ അതും അട്ടിമറി സൃഷ്ടിച്ച് മുതിർന്ന CPM നേതാവും മികച്ച പാർലമെന്റേറിയനുമായ തോമസ് ഐസക് ജയിച്ചാൽ അതും സവിശേഷതയാവുന്ന പത്തനംതിട്ടയുടെ ആകാംക്ഷയ്ക്ക് അറുതി വരാൻ ജൂൺ 4 വരെ കാത്തേ മതിയാകൂ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുറഞ്ഞ പോളിംഗ് ശതമാനവുമായി കോട്ടയം മണ്ഡലം വിധിയെഴുതി. 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. സീറ്റ് നിലനിർത്തുമെന്ന് ഇടതുമുന്നണി പറയുമ്പോൾ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് UDFും അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നതായി BJPയും പറയുന്നു. കോട്ടയം വിധിയെഴുതി. ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിൽ 65.61% കോട്ടയത്തെ പോളിംഗ്. 2019 75.47% പോളിംഗ്. ഇതേസമയം കുറഞ്ഞ പോളിംഗിലും പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് DCCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമായിരിക്കും UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിലൂടെ വെളിപ്പെടുന്നതെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ UDFന് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയുണ്ടായി. എല്ലാവരും ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള വലിയ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. സിറ്റിംഗ് MPയായ തോമസ് ചാഴിക്കാടൻ മണ്ഡലം നിലനിർത്തുമെന്ന് NCP ദേശീയ നിർവാഹക സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. തോമസ് ചാഴിക്കാടൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമാകും വിജയമെന്നും ആനന്ദക്കുട്ടൻ പറഞ്ഞു. കഴിഞ്ഞ 2019 പാർലമെന്റിലേക്ക് പോയി കഴിഞ്ഞ 5 വർഷക്കാലമായി കോട്ടയം പാർലമെന്റിൽ മണ്ഡലങ്ങളിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിലായി ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു നേർസാക്ഷ്യം കഴിഞ്ഞ 45 ദിവസമായി ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെല്ലാം ജനങ്ങളുമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വ്യക്തിപരമായി ഒരു എതിർപ്പുമില്ലാത്ത സ്ഥാനാർത്ഥി എന്ന നിലയിൽ
സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷ ഒരു കാരണവശാലും അസ്തമിച്ചിട്ടില്ല. നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് ഞങ്ങൾ പറയുന്നത്. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി അട്ടിമറി വിജയം നേടുമെന്ന് BJP പ്രതിനിധി TN ഹരികുമാർ പറഞ്ഞു. തുഷാറിന് ലഭിക്കുന്ന സാമുദായികമായിട്ടുള്ള പരിഗണനകളും നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളും കൂട്ടി വായിക്കുമ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അട്ടിമറി വിജയം അത് NDAക്കുണ്ടാകും. കോട്ടയത്തു നിന്നും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തിരഞ്ഞെടുക്കപ്പെടും. അദ്ദേഹം കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയായി തിരിച്ചു വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും. കൂട്ടലും കിഴിക്കലുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും ഇനിയുള്ള ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും നാട്ടകത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിലാണ് സൂക്ഷിക്കുന്നത്. വരണാധികാരിയായ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി സ്ട്രോങ് റൂം പരിശോധിച്ചു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ട് രേഖപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും നാട്ടകത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിൽ സൂക്ഷിക്കുന്നു. ഇനി വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4 ഇവ പുറത്തെടുക്കുകയുള്ളൂ. വെള്ളിയാഴ്ച പോളിംഗ് അവസാനിച്ച ശേഷം 7 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ച യന്ത്രങ്ങൾ രാത്രി തന്നെ നാട്ടകം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു. വരണാധികാരിയായ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരിയുടെയും ഉപവരണാധികാരികളുടെയും നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെയാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലാക്കി പൂട്ടി മുദ്രവെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകൻ മൻവേഷ് സിംഗ് സിദ്ധുവും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. കനത്ത സുരക്ഷയിലാണ് ഇവിടെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും സൂക്ഷിച്ചിട്ടുള്ളത്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സായുധ പോലീസ് എന്നിവരുടെ ത്രിതല സുരക്ഷയിലാണ് സ്ട്രോങ് റൂം. കോളേജിന്റെ എല്ലാ ഭാഗങ്ങളിലും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നിരീക്ഷിക്കുന്നതിനായി കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നു. ഔദ്യോഗിക അനുമതിയില്ലാതെ ആരെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കുകയില്ല. വോട്ടെടുപ്പിന്റെ സ്കൂട്ടണി യോഗം ഗവൺമെന്റ് കോളേജിലെ ഹാളിൽ നടന്നു. വരണാധികാരിയായ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ഉപവരണാധികാരിയായ കോട്ടയം സബ് കളക്ടർ D. രഞ്ജിത്ത്, പൂഞ്ച സ്പെഷ്യൽ ഓഫീസർ M. അമൽ മഹേശ്വർ, ഡെപ്യൂട്ടി കളക്ടർ SL സജികുമാർ, ഡെപ്യൂട്ടി കളക്ടർ ഉഷ ബിന്ദുകുമാരി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 11,658 അസന്നിഹിത വോട്ടർമാർ വോട്ട് ചെയ്തു. 85 വയസ്സ് പിന്നിട്ട 8,982 പേരാണ് വോട്ട് ചെയ്തത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അസന്നിഹിത വോട്ടർമാർക്കുള്ള വോട്ടെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്തത് 11,658 പേർ. 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കുമായാണ് വീട്ടിൽ വോട്ടിന് സൗകര്യമൊരുക്കിയത്. 85 വയസ്സ് പിന്നിട്ട 8,982 പേരും ഭിന്നശേഷിക്കാരായ 2,676 പേരുമാണ് വോട്ട് ചെയ്തത്. 85 വയസ്സ് പിന്നിട്ട ഭിന്നശേഷി വിഭാഗത്തിൽ വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി നൽകിയ 12D അപേക്ഷകളിൽ 12,082 എണ്ണമാണ് വരണാധികാരി അംഗീകരിച്ചത്. ഇതിൽ 9,321 അപേക്ഷകർ 85 വയസ്സ് പിന്നിട്ടവരും 2,761 പേർ ഭിന്നശേഷിക്കാരുമായിരുന്നു. വീട്ടിൽ വോട്ട് ഏപ്രിൽ 25-നാണ് പൂർത്തിയായത്. അവശ്യ സർവീസിൽപ്പെട്ടവരിൽ 307 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഈ വിഭാഗത്തിൽപ്പെട്ട 575 പേരുടെ 12D അപേക്ഷകളാണ് വരണാധികാരി അംഗീകരിച്ചത്. 85 വയസ്സിൽ കൂടുതലുള്ളവർ ഭിന്നശേഷിക്കാർ അവശ്യ സർവീസ് വിഭാഗങ്ങളിലായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അംഗീകരിച്ച 12,657 അപേക്ഷകളിൽ 11,965 പേരാണ് വോട്ട് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചെളി അടിഞ്ഞുകൂടി കാഞ്ഞിരപ്പള്ളി മേലരുവി ചെക്ക് ഡാം. വെള്ളം കുറഞ്ഞതോടെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്കും സിവിൽ സ്റ്റേഷനിലേക്കുമുള്ള ജലലഭ്യത കുറഞ്ഞു. ചിറ്റാർപ്പുഴയുടെ കൈവഴിയാണ് മേലരുവി തോട്. ഈ തോട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ചെക്ക് ഡാമിലാണ് ഇപ്പോൾ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഒഴുകിയെത്തിയ ചെളി ചെക്ക് ഡാമിൽ അടിഞ്ഞിരിക്കുകയാണ്. ഷട്ടർ സ്ഥാപിക്കാതെ ചെക്ക് ഡാമിന്റെ നിർമ്മാണം നടത്തിയതാണ് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. പ്രളയത്തിലടക്കം ഒഴുകിയെത്തിയ മാലിന്യവും ചെളിയും ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടാൻ കാരണമായി. ചെക്ക് ഡാമുകൾ നിർമ്മിക്കുമ്പോൾ ഷട്ടറുകൾ സ്ഥാപിക്കുന്നത് പതിവാണ്. ഇതുവഴി മഴക്കാലത്ത് ഷട്ടർ തുറന്നിടുന്നതിനാൽ ചെളി ഒഴുകിപ്പോകുമായിരുന്നു. എന്നാൽ ഷട്ടർ ഇല്ലാത്തത് മേലരുവി ചെക്ക് ഡാമിൽ ചെളിയടിയാൻ കാരണമായിട്ടുണ്ട്. തോട്ടിലൂടെ ഒഴുകിയെത്തിയ നിരവധി പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യവും വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്നുമുണ്ട്. ചെക്ക് ഡാമിന്റെ ഒരു വശത്തു മാത്രമാണിപ്പോൾ വെള്ളമുള്ളത്. മുൻപ് ഈ ചെക്ക് ഡാമിൽ നിന്നായിരുന്നു കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വെള്ളം പോകുന്നത് നിലച്ചിരിക്കുന്നു. പൈപ്പ് ലൈനുകളും മുറിച്ചിട്ടുണ്ട്. ചെക്ക് ഡാമിന് സമീപത്തായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള കുളവും പമ്പ് ഹൌസുമുണ്ട്. ചെളി നീക്കം ചെയ്താൽ ചെക്ക് ഡാമിൽ കൂടുതൽ വെള്ളം ശേഖരിക്കാനും പമ്പിംഗ് സുഗമമാക്കാനും കഴിയും. മേലരുവി ചെക്ക് ഡാമിനെ ആശ്രയിച്ച് ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചിരുന്നു എങ്കിലും ഇതും എങ്ങും എത്തിയിട്ടില്ല.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വെള്ളൂരിൽ നടക്കുന്ന നാടൻ പന്തുകളി മത്സരത്തിന്റെ കലാശ പോരാട്ടം ഞായറാഴ്ച നടക്കും. മീനടവും പുതുപ്പള്ളിയുമാണ് ഏറ്റുമുട്ടുന്നത്. കാൽപന്തുകളിയുടെ ആവേശത്തിൽ വെള്ളൂർ ഗ്രാമം. നേറ്റീവ് ബോൾ ഫ്രണ്ട്സും കേരള നേറ്റീവ് ബോൾ ഫെഡറേഷനും സംയുക്തമായാണ് അഖില കേരള നാടൻ പന്തുകളി മത്സരം നടത്തുന്നത്. വെള്ളൂർ PTM സ്കൂൾ മൈതാനിയിലാണ് മത്സരം. ഹരീഷ് അതിമനോഹരമായി വെട്ടിവിട പന്തിനെ എൽദോ ഉയർത്തിയടിച്ച പന്ത് ഹരീഷ് തന്നെ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഹരീഷ് അതിമനോഹരമായി വെട്ടിവിട പന്തിനെ പോൾ നേരിട്ട പന്തിനെ നന്ദൻ നേരിട്ട പന്തിനെ അനന്തുവിന് ആ പന്ത്. മത്സരത്തിന്റെ ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6:30 മീനടം ടീം പുതുപ്പള്ളി ടീമിനെ നേരിടും. ചാണ്ടി ഉമ്മൻ MLA മത്സരം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മണർകാട്. ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം സുഹൃത്തിന്റെ മാല കവർന്ന കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈരാറ്റുപേട്ട കുന്നുംപുറത്ത് കുഞ്ഞിമനാഫിനെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കഴിഞ്ഞ ദിവസം തിടനാട് സ്വദേശിയായ സുഹൃത്തിനൊപ്പം മദ്യപിച്ച ശേഷം സുഹൃത്തിന്റെ കഴുത്തിൽ കിടന്ന മാലയുമായി കടന്നു കളയുകയായിരുന്നു. ജോലിയും ശമ്പളവുമില്ലാതെ ഒമാനിൽ ദുരിതക്കയത്തിൽ കഴിയുകയായിരുന്ന പനച്ചിക്കാട് സ്വദേശിനി യമുനയെ സമയോചിതമായി ഇടപെട്ട് ഇൻകാസ് ഒമാൻ പ്രവർത്തകർ നാട്ടിലെത്തിച്ചു. ഇവരുടെ യാത്രാ ചെലവുകൾ അടക്കം ഇൻകാസ് പ്രവർത്തകരാണ് വഹിച്ചത്. ജോലിയും ശമ്പളവുമില്ലാതെ ദുരിത ജീവിതം നയിക്കേണ്ടി വന്ന കോട്ടയം പനച്ചിക്കാട് സ്വദേശിനിയായ യമുനയെ സമയോചിതമായ ഇടപെടലുകൾ നടത്തി ഇൻകാസ് ഒമാൻ പ്രവർത്തകർ സുരക്ഷിതയായി നാട്ടിലെത്തിച്ചു. നാട്ടിലെ ട്രാവൽ ഏജന്റ് വ്യാജ ജോലി വാഗ്ദാനം നൽകി പനച്ചിക്കാട് സ്വദേശിനി യമുനയെ ഒമാനിലെത്തിക്കുകയും പിന്നീട് കൈയൊഴിയുകയും ചെയ്യുകയായിരുന്നു. ജോലിയും ശമ്പളവുമില്ലാതെ വലഞ്ഞ യമുനയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട സഹായം അഭ്യർത്ഥിച്ച് യമുനയുടെ വീട്ടുകാർ KPCC സെക്രട്ടറിയും മുൻ കോട്ടയം DCCC പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടോമി കല്ലാനിയെ സമീപിക്കുകയായിരുന്നു. അദ്ദേഹം അറിയിച്ചതനുസരിച്ച് ഇൻകാസ് ഒമാൻ ഭാരവാഹികൾ വിഷയത്തിൽ ഇടപെടുകയും വൈസ് പ്രസിഡന്റ് നിയാസ് ചെണ്ടയാടിന്റെ നേതൃത്വത്തിൽ ഇവരെ തിരിച്ചെത്തിക്കുകയുമായിരുന്നു. മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെയും ഒമാൻ അധികൃതരുടെയും സഹായത്തോടെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സങ്കീർണമായിരുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് യമുനയെ നാട്ടിലെത്തിച്ചത്. ഒമാന്റെ ഇൻകാസ് എന്ന് പറയുന്ന സംഘടന ശക്തമായി ഇടപെടുകയും നിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നിയാസ് ഇൻകാസിന്റെ വൈസ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ താൽക്കാലിക ചുമതലയുള്ള അഡ്വക്കേറ്റ് പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയും ചേർന്നുകൊണ്ട് അവിടെ ശക്തമായ രീതിയിൽ എംബസി ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ടാണ് ഇവരെ അവിടുന്ന് മോചിപ്പിക്കാനുള്ള സാഹചര്യം കണ്ടെത്തിയത്. യമുനയുടെ യാത്രാ ചെലവുകൾ അടക്കമുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ ഇൻകാസ് ഒമാൻ ഭാരവാഹികളാണ് നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിധിയെഴുതി കോട്ടയത്തും പത്തനംതിട്ടയിലും LDFനും UDFനും വിജയപ്രതീക്ഷ. വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ NDA. വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും സ്ട്രോങ് റൂമിൽ ഭദ്രം. കനത്ത സുരക്ഷ. കോട്ടയം മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് നാട്ടകം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമിൽ. കാഞ്ഞിരപ്പള്ളി മേലരുവി ചെക്ക് ഡാമിൽ ചെളി അടിഞ്ഞുകൂടി. ചെക്ക് ഡാമിന് ഷട്ടറില്ല, വെള്ളവും മലിനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.